ഹലോ മച്ചമാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. കളങ്കാവൽ ഞായറാഴ്ച മിന്നുന്ന പ്രകടനത്തോടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1646 ഷോകൾ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള കണക്കുകളാണ് നമ്മൾ പറയുന്നത്. 2,15,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി. 48% ഇതുവരെയുള്ള ഒക്യുപ്പൻസി. അതായത് ഉച്ചവരെ 48% ഒക്യുപ്പൻസി എന്ന് പറയുമ്പോൾ നമ്മൾ വൈകുന്നേരം പ്രതീക്ഷിക്കുന്നു 65-70% ഒക്യുപ്പൻസി ഇന്ന് എത്തുമെന്നുള്ളത്. ഇതുവരെ നമുക്ക് കാണാൻ കഴിയുന്നു 3,56,00,000 രൂപയോളം ട്രാക്ഡ് കളക്ഷൻസ് പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളത്. അതായത് ഇന്നലെ സിനിമയ്ക്ക് വന്നത് 4,46,00,000 രൂപയാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അതായത് ഏകദേശം 90 ലക്ഷം രൂപ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇന്നലത്തെ ഫൈനൽ കളക്ഷനിലേക്ക് എത്തും എന്നുള്ളത്. അതായത് ഉച്ചവരെ ആയിട്ടുള്ളൂ സമയം എന്നുള്ളതുകൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ 2 ദിനം കൊണ്ട് സിനിമ 10 കോടി കടന്നിരിക്കുകയാണ്. ആദ്യ ദിനം 4,93,00,000 രൂപ നേടിയ ചിത്രം രണ്ടാം ദിനം 5,02,00,000 രൂപയോളം നേടി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മൂന്നാം ദിനം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 6 കോടി 7 കോടി റേഞ്ച് എന്നുള്ളത് തന്നെയാണ്. അത് വൈകുന്നേരമാകുമ്പോൾ എക്സാക്ട് ഫിഗറുകളൊക്കെ നമുക്ക് കണക്കാക്കാം എന്നുള്ളത്. 12.43 കോടിയാണ് ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി കാണാൻ കഴിയുന്നത്. GCC രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയുന്നു ഇന്നും 650-ന് മുകളിലുള്ള, അല്ലെങ്കിൽ UAEയിൽ മാത്രം 650-ന് മുകളിലുള്ള ഷോകൾ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ് സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 2 ദിവസം കൊണ്ട് 2,48,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് നേടിയത്. അതായത് മൂന്നാം ദിവസമായ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരു 1.5 കോടിക്കടുത്ത് ഇന്നും കിട്ടുമെന്നുള്ളത്. അങ്ങനെ വരുവാണെങ്കിൽ 4.5 കോടിക്ക് മുകളിലേക്ക് സിനിമ ഇന്നത്തോടെ എത്തും എന്നുള്ളത് തന്നെയാണ്. അതായത് മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നേടിയത് ഭ്രമയുഗമാണ്, 8 കോടി. അതും ഈ സിനിമ ഇവിടെ കവർ ചെയ്യുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. ഇനി നമുക്ക് കാണാൻ കഴിയുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ആദ്യ ദിനം 34 ലക്ഷം രൂപയാണെങ്കിൽ രണ്ടാം ദിനം സിനിമയ്ക്ക് 46 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് വന്നത്. 2 ദിവസം കൊണ്ട് 80 ലക്ഷം തൂക്കിയ സിനിമ ഇന്നത്തോടെ 1.5 കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ന് 60 ലക്ഷം രൂപ തൊട്ട് 80 ലക്ഷം രൂപ വരെ വരാനുള്ള ചാൻസുകളുണ്ട് എന്നുള്ളതും പറയുന്നു. എന്താണെങ്കിലും 275-ന് മുകളിലുള്ള ലേറ്റ് നൈറ്റ് ഷോസാണ് സിനിമയ്ക്ക് ഇന്നലെ മാത്രം ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യ ദിനം 16 കോടിക്കടുത്ത് കളക്ഷൻ നേടിയ ചിത്രം രണ്ടാം ദിനം 18 കോടിക്ക് മുകളിൽ ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് ആദ്യ 2 ദിവസത്തെ കളക്ഷൻ 34 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് മിക്ക ട്രാക്കേഴ്സും പുറത്തുവിടുന്ന കണക്കുകൾ. ഏറെക്കുറെ ഇന്ന് ട്രാക്കേഴ്സ് പറയുന്ന കണക്കുകൾക്ക് വളരെ അടുത്ത് തന്നെയാണ് ഒഫീഷ്യൽ കളക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്നത്തോടെ സിനിമ 50 കോടി കടക്കും എന്നുള്ളത്. ഒരബദ്ധം മമ്മൂട്ടി കമ്പനി കാണിച്ചു, വേറെ ഒന്നുമല്ല, 27-ന് ഈ സിനിമ റിലീസ് ചെയ്യണമായിരുന്നു എന്നുള്ളത്. ഈ 5-ാം തീയതിയിലേക്ക് നീട്ടേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ സിനിമ ഗൾഫിൽ നിന്ന് മാത്രമായി 50 കോടി അടിച്ചേനേം എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കാരണം അവിടെ അവധി ദിനങ്ങളായതുകൊണ്ട് തന്നെ GCC മിന്നുന്ന പ്രകടനം തന്നെയാണ് സിനിമ അവിടെ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഇന്ന് സിനിമ 50 കോടിയിലേക്ക് കടക്കുമോ നിങ്ങൾക്ക് ഉള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.